ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? കുറേ ആയില്ലേ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്ന് പാലക്കാട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതൊരു മോയ്സ്ചറൈസർ ആട്ടോ. ഫോക്സ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പാലക്കാട് പോവാണ് കേട്ടോ. നമ്മൾ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്യാതറിംഗ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറേ ക്രിയേറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള പരിചയം കൂടിയാണ്. അപ്പോൾ എല്ലാവരെയും ഒന്ന് അടുത്ത് കാണാം, അതുപോലെ എല്ലാവരും ഇപ്പം കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം എന്നാലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഇനി സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലക്കാട്ടേക്കോട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ഇത് ഏർലി മോർണിംഗ് റെഡി ആവാം കേട്ടോ. 6 മണിന്ന് 6 മണി ആ ഒരു ടൈമിലാട്ടോ റെഡി ആവുന്നത്. അപ്പോൾ പാലക്കാടേക്ക് എത്തുമ്പോഴേക്കും നല്ല വിലയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ റീഅപ്ലൈക്ക് ചെയ്യേണ്ടി വരും. എന്നാലും എന്താ പറയുക, സൺസ്ക്രീൻ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. മീഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ടോപ്പ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ടോപ്പാട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഈ ഡിസംബർ അല്ലേ, അപ്പോൾ നന്നായിട്ട് ചുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ലിപ് ബാം ഇടുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഒരു വഴിക്ക് പോവല്ലേ, അപ്പോൾ ലിപ് ബാം ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ലിപ് ബാമിൻ്റെ മണവും അത്ര പിടിക്കാറില്ല കേട്ടോ. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ ഒരു പിൽഗ്രിമിൻ്റെ ലിപ് ബാമാണ്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഐബ്രോസ് ഫില്ലിങ്. കാരണം ഐബ്രോസ് ഫില്ല് ചെയ്താലേ മുഖം ഒരു 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 ഇങ്ങനെ എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. ഒരു ഷേപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐ ഷാഡോ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. മീൻസ് വല്ലാതെ മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. ഞാനിപ്പോൾ ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാറില്ല എന്ന് നിങ്ങൾക്കറിയാലോ. കുറേ ആയിട്ട് ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ഡാൻസ് കുറച്ച് നേരം തുള്ളാം നമുക്ക്. ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കണ്ണിൻ്റെ മേലെ ഒന്ന് എഴുതി കൊടുക്കുക. താഴത്തോട്ട് പോകുന്നില്ല, കാരണം താഴത്ത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരന്നാലോ. അപ്പോൾ ഞാൻ താഴത്തോട്ട് എഴുതി കൊടുക്കുന്നില്ല. ഇത് പിൽഗ്രിമിൻ്റെ ഐലൈനറാണ്. നല്ല ഐലൈനർ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ബെസ്റ്റ് ഐലൈനർ കേട്ടോ അത്. അപ്പോൾ ഇതാ ഐലൈനറും കൂടി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ മുഖത്ത് മൊത്തം കുരുവാടോ. അപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുക. ഞാനൊരു സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുക. കാരണം ഈ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇപ്പോൾ ഞാൻ അങ്ങനെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യൽ കുറവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാമെന്ന് എനിക്ക് മനസ്സിലായി. ഇത് പീരീഡ്സ് സമയത്ത് കുറേ കുരു വരും. ആ കുരു വന്ന് എന്താ പീരീഡ്സ് കഴിയുമ്പോഴേക്കും അതൊക്കെ ഇതുപോലത്തെ കളറായി മാറും. അങ്ങനെ ഓരോ പീരീഡ്സ് ടൈമിലും വന്ന് എൻ്റെ മുഖത്ത് കൂടിയിട്ടുള്ള ആൾക്കാരാണ് ആ കാണുന്ന എല്ലാ പിമ്പിൾസും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സൺസ്ക്രീനാണോ മോയ്സ്ചറൈസറാണെന്ന് അറിയില്ല. ഇതും ലിപ്സ്റ്റിക്കും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്നൊരു കളറാണ്. അത് നല്ല ഗ്ലോവും കിട്ടും കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടോ. ഇനി ഇതാ ഈ മാക്കിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈലൈറ്റർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മുക്കിൻ്റെ മുകളിൽ കണ്ടോ, മുക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഹൈലൈറ്റ് ആവും കേട്ടോ. അങ്ങനത്തെ ഹൈലൈറ്ററാണ്. അടിപൊളി ഹൈലൈറ്റർ കേട്ടോ. അപ്പോൾ ഹൈലൈറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഈ കവിളത്ത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് എന്താ പറയുക ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കവളൊക്കെ കിടന്നങ്ങോട്ട് ഗ്ലോ ചെയ്യട്ടേന്ന്, തിളങ്ങട്ടെ, ഒരു ഉള്ളിൽ നിന്നുള്ള തിളക്കാട്ടോ ഈ ഒരു ഹൈലൈറ്റർ ഇട്ട് നമുക്ക് കിട്ടാം. അപ്പോൾ ഞാൻ ആ ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ താഴെ മുകളിലും കവളത്തും മുക്കിൻ്റെ മുകളിലും, അതുപോലെ ഞാൻ ഐബ്രോസിൻ്റെ മുകളിലും കൂടി ഞാൻ ഇടാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്പ് ലൈനറാണ് ഇത്. ഒരു വലിയ പാക്കറ്റ് വാങ്ങി വെച്ചതാട്ടോ. 10-12 എണ്ണമുള്ള ഒരു പാക്കറ്റിൽ എൻ്റെ ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. ഈ ഒരു ബ്രൗൺ ഇട്ടിട്ട് ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും നല്ല ഭംഗി ഇട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അയ്യോ ഐബ്രോസ് അല്ല സോറി മസ്കാര ഇട്ട് കൊടുത്തില്ലല്ലോ എന്ന്. ഐലാഷസൊക്കെ ഒന്ന് മസ്കാര ഇടുമ്പോഴല്ലേ ഒന്ന് ഭംഗിയോ നിൽക്കുള്ളൂ. ഇതെൻ്റെ പുതിയ ലിപ്സ്റ്റിക് കേട്ടോ. അത് ഞാൻ ആ കടയിൽ നിന്ന് എനിക്ക് ഷെയ്ഡ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. പക്ഷെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ എന്നാലും എനിക്കതൊരു ഒരു വീട്ടിൽ നിന്ന് പിന്നെ അതിടുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കേട്ടോ. കളറ് രസമൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ എനിക്കൊരു കളറ് അത്ര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കളറല്ല.
പക്ഷേ ഞാൻ ആ കളറിന് ഇട്ടു കേട്ടോ, കാരണം അന്ന് വാങ്ങിയതിൻ്റെ പിറ്റേ സെറ്റായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് ഒരു സുഖം തോന്നണില്ല എന്ന്. കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, പക്ഷേ എനിക്കത് ഇട്ടിട്ടൊരു ഭംഗി തോന്നണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ പറയട്ടോ രസമുണ്ടോയെന്ന്. ഇനി പൊട്ടുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുടി ആസ് യൂഷ്വൽ നമുക്കൊന്ന് മുടി കെട്ടാം. ഞാനെപ്പോഴും കെട്ടി വരുമ്പോൾ പോണിടെയിലാവുമല്ലോ, അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഫസ്റ്റ് ഞാൻ മുടി ഒന്ന് കെട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് അഴിച്ച് കുറച്ച് ഷോ ഒക്കെ കാട്ടി. പക്ഷേ കെട്ടി വന്നപ്പോൾ വീണ്ടും പോണിടെയിൽ തന്നെ ആയിട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ രാവിലെയൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് തല വാഷ് ചെയ്യാറില്ല. തലേദിവസം രാത്രി തന്നെ വാഷ് ചെയ്ത് കിടക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ അതന്നെ ചെയ്യാതെ കേട്ടോ ഇന്നും. ഇങ്ങനെ 2 കുറുനിരകൾ വലിച്ചിടുക എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇതുപോലെ നമുക്ക് മുടി ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ, പക്ഷേ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ തരില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കെട്ടിപ്പോകാനൊക്കെ, എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് മുടി ബാക്കിൽ ഇല്ലാതിരിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. സംഭവം നല്ല ഭംഗിയാണ്, പക്ഷെ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും മാറ്റി കെട്ടി അതഴിച്ചിട്ട് വീണ്ടും ഞാൻ പോണിടെയിലോട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാന്നല്ലേ പറയുക. ഓക്കെ, അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ പോണിടെയിൽ കെട്ടി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലൈറ്റ് കുറച്ച് കുറവായിരിക്കും, ഞാൻ എൻ്റെ വീട്ടിലാണ്, അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ടുള്ള കുറച്ച് കുറയല കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.